ലിവറിന് ദോഷകരമായിട്ടുള്ള 3 ഭക്ഷണം, അതായത് നെവർ ടേക്ക് ദിസ് എന്ന് ഡോക്ടർ പറയുന്ന 3 ഭക്ഷണം. 3-ൽ കൂടുതൽ പറയേണ്ടി വരും. എന്നാലും കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ 1, 2, 3 ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പൊറോട്ട ഒരു അല്ലേ, മലബാർ പൊറോട്ട എന്ന് പറയുന്നത് ഒരു ആസ്ഥാന ആഹാരം ആയി മാറിക്കഴിഞ്ഞു. പൊറോട്ടയും ബീഫും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമായി കഴിഞ്ഞു. ഈ പൊറോട്ട വാസ്തവത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജമാണല്ലോ അതിനകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെ. ഗോതമ്പിൽ തന്നെ നാരുകൾ, ഇത് ഒരുപാട് ഗുണഫലങ്ങളുള്ള നാര്, ഫൈബറിനെ മാറ്റിയിട്ട് ആണ് ഈ ആട്ട അല്ലെങ്കിൽ അല്ലെ ഉണ്ടാക്കുന്നത്. ഇനിയും ആ ആട്ടയിൽ തന്നെ ഫൈബർ ഇല്ലാത്ത ഗോതമ്പിൽ അല്ലോക്സാൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൊടുത്ത് ബ്ലീച്ച് ചെയ്യുകയാണ്. അല്ലോക്സാൻ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്. ഇനി അത് ഉണ്ടാക്കുമ്പോൾ എന്ത് സാധനമാണ് ഉപയോഗിക്കുന്നത്? എണ്ണ വെച്ചിട്ടല്ലേ. എണ്ണ നല്ലപോലെ വെച്ചാണ് പൊറോട്ട അടിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ധാരാളം എണ്ണയും ഈ ഗുണങ്ങളില്ലാത്ത ഫൈബർ ഇല്ലാത്ത കാർബോഹൈഡ്രേറ്റും അതോടൊപ്പം അല്ലോക്സാൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൂടെ ചേരുമ്പോൾ വാസ്തവത്തിലൊരു ഏറ്റവും ദോഷകരമായ ഒരു ആഹാര സാധനം ഇന്ന് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഏതാണെന്ന് വെച്ചാൽ പൊറോട്ട എന്ന് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തത് നമ്മൾ ഈ റെഡ് മീറ്റിന്റെ കൺസംഷനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ബീഫ് അപ്പോൾ ബീഫ് തിന്നൂടെന്നല്ല, നമ്മൾ ബീഫ് വിരോധികൾ ആണെന്നല്ല ഞാൻ പറയുന്നത്. റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ, പോർക്ക് എന്ന് പറയുന്ന ഈ 3 സംഗതികളാണ്. ഇതിൽ പൂരിത കൊഴുപ്പുകൾ കൂടുതലാണ്, ശരീരത്തിന് അനാരോഗ്യം ഉണ്ടാക്കുന്ന കൊഴുപ്പ് കൂടുതലായതുകൊണ്ടാണ് റെഡ് മീറ്റ് എന്ന കാറ്റഗറിയിൽ അവയെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ എന്താണ് ഒഴിവാക്കേണ്ടത് വെച്ചാൽ റെഡ് മീറ്റാണ് ഒഴിവാക്കേണ്ടത്. മൂന്നാമത്തത് നമ്മുടെ നാട്ടിലെ ബേക്കറി ഡെൻസിറ്റി, മധുര പലഹാരങ്ങൾ മറ്റേത് സംസ്ഥാനത്തെക്കാളും കേരളത്തിലാണ് ഏറ്റവും അധികം കൂടുതലുള്ളത്. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ അധിനിവേശം അല്ലെങ്കിൽ കോണ്ടാക്ട് ഏറ്റവും വന്നിരിക്കുന്ന കേരളത്തിലാണ് അല്ലേ. വെസ്റ്റേൺ കോസ്റ്റിലല്ലേ നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രഞ്ച് മയ്യഴിയിൽ വന്ന് അവിടെ തലശ്ശേരി ബേക്കറി ആരംഭിച്ചു അല്ലേ. ജർമ്മൻ മിഷണറീസ് വന്നിട്ടുണ്ട്, ഇറ്റാലിയൻ മിഷണറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂറോപ്പുമായിട്ടുള്ള ഒരു സമ്പർക്കം കൂടുതലായതുകൊണ്ടായിരിക്കും ബേക്കറി ഡെൻസിറ്റി ഏറ്റവും അധികം കൂടുതൽ. അപ്പോൾ മധുര പലഹാരങ്ങൾ കരളാരോഗ്യത്തിന് നല്ലതല്ല, ഒരു പരിധി വിട്ടുള്ള ഉപയോഗം നല്ലതല്ല. ബിക്കോസ് ഷുഗർ ആണ് ഉള്ളിലേക്ക് ചെല്ലുന്നതെങ്കിലും ശരീരത്തിൻ്റെ മെഷീനറി അതിനെ കൊഴുപ്പായിട്ട് മാറ്റും. കാരണം ശരീരത്തിൻ്റെ സ്റ്റോറേജ് ഫോം എന്ന് പറയുന്നത് അന്നജമല്ല, ഷുഗർ അല്ല, മറിച്ച് ഫാറ്റാണ്.